നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നിപ്പോൾ നമ്മുടെ തൊഴിലുറപ്പുകാരുടെ പണി കഴിയുന്ന ദിവസമാണ് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ കുറേ നാളായിട്ട് തൊഴിലുറപ്പുകാരുടെ പണി ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ കുറച്ച് നാളായില്ലേ, കേരളത്തിൽ മാത്രമല്ല തോന്നുന്നു ഇന്ത്യയിലും പ്രധാനമന്ത്രിയുടെയാണല്ലേ ഈ തൊഴിലുറപ്പിൻ്റെ പരിപാടിയല്ലേ ജയശ്രീ അല്ലേ? അപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള എല്ലാ തൊഴിലില്ലാത്ത ആൾക്കാർക്കൊക്കെ തൊഴിൽ കിട്ടാനുള്ള ഒരു നല്ല പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് തന്നെ. മാത്രമല്ല നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഉള്ള വളപ്പുകളൊക്കെ വൃത്തിയാക്കി തരും ചെയ്യവർ. അപ്പോൾ അതിന് ഗവൺമെൻറ് പൈസ കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ പറമ്പിലും ഈ പ്രാവശ്യം തൊഴിലുറപ്പുകാർക്ക് പണിയുണ്ടായിരുന്നു കേട്ടോ. 11 ദിവസത്തെ വർക്കാണ് നമ്മുടെ ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇന്ന് കഴിയാണ്. അപ്പോൾ നല്ല സന്തോഷമായി. വീടിൻ്റെ ചുറ്റുപാടും വൃത്തിയായി നീറ്റായിട്ടുണ്ട്. അപ്പോൾ അവരോട് നന്ദി പറയാമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അവരെ കാണണ്ടേ, എല്ലാവരെയും ഒന്ന് കാണിക്കാം. കാരണം അവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അവർക്ക് ഇഷ്ടമായി ഇവിടെ വന്നത്. പിന്നെ മാത്രമല്ല, നമ്മളിവിടെ അവർ നമുക്ക് നല്ല സർവീസ് തരാറുണ്ട്. ഞങ്ങൾ അവരോട് നല്ല ഒരു സർവീസിന് ചെയ്തു കൊടുത്തത് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജയശ്രീ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവരെ സഹായിക്കാനും ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. എല്ലാവരും ചെയ്തിട്ട് ഞങ്ങൾ മാത്രമൊന്നുമല്ല, എല്ലാവരും ചെയ്യേണ്ടതാണ്. എന്നാൽ നല്ലൊരു സുഹൃത്ത് ബന്ധം കൂടി സൃഷ്ടിച്ചു ഞങ്ങളവിടെ. നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം കേട്ടോ. വരുമോ? നമുക്ക് ഇനി ഇവരെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. പേര് പറഞ്ഞോട്ടോ ഒന്ന്. പേര് ശ്യാമള. പടിഞ്ഞാട്ടുമുറിയിൽ ജയശ്രീയുടെ വീടിൻ്റെ അടുത്തല്ലേ? നിങ്ങളുടെ വീട്ടിൽ പേരെന്നാ? പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജയശ്രീ പറഞ്ഞിരുന്നു കേട്ടോ. അതായത് ശിവരാമൻ്റെ അങ്ങനെ ശ്യാമള. പിന്നെ ഇതേ വരുന്നു, അറിയാം. പേര് പറയുന്നല്ലോ, സീത. ജയശ്രീയുടെ ചേട്ടൻ്റെ ഭാര്യ. പേര് പറയോ? ലളിത. ഞാൻ അങ്ങനെ പിടിച്ചേക്കണെന്നറിയോ? ജയശ്രീയോട് ഞാൻ ചോദിക്കാണ്ടിരിക്കാനാ. ലളിതയുടെ വീട്ടിൽ വരുന്ന നെല്ലിപ്പറമ്പ്. ഏത് എവിടത്തെ കൈതാ? ഇവിടുത്തെ കൈ തന്നെ. നെല്ലിപ്പറമ്പ് അവിടെയല്ലേ നെല്ലിപ്പറമ്പന്മാരുടെ? അവിടെ നമ്മുടെ വാസുപുരത്താണല്ലേ? വാസുപുരത്താണ്. ഗിർജാമണി അറിയാം എനിക്ക്. പണ്ട് ഇവിടെ എന്താ വെച്ചാലേ, ആദ്യം ഇവിടെ വീട് പണിയുന്ന സമയത്ത് അവർ വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ പേര് പറയോ? കൗസല്യയുടെ റൊട്ടി. എന്ത് വീട്ടിൽ വരുന്ന? അയിനിപ്പിള്ളി. ഉഷ. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഇനി ഉഷ മറക്കില്ല. പറയോ? കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അയിനിപ്പിള്ളി. അയിനിപ്പിള്ളി 38. ഞാൻ വന്നിട്ട് 45 ദിവസം മുമ്പ്. എവിടെയായിരുന്നു? ഓ, അവിടെയാണല്ലേ. അനിയനോടെ പഠിക്കണം ഒക്കെ ആയിരുന്നു. അനിയനോ മേരിമാറയുടെ പഠിച്ചാണ്. ശരി, ഞങ്ങളുടെ സ്ഥിരമായി അങ്ങനെ അല്ലേ. പേര് ഒന്നുകൂടി പറയും. പേര് കൗസല്യ. ഇത് പിന്നെ നമ്മുടെ ഷീബ അറിയാം. ഷീബ ഇവിടെയുള്ള ആളായിരുന്നെങ്കിൽ ഷീബ ബെസ്റ്റായിട്ട് അറിയാം. പിന്നെ ഷീബി രമണിയും ഇവിടുത്തുകാരല്ലേ? ഞാൻ ഇക്കോടെ മുമ്പ് കണ്ടിട്ടുണ്ട് ഷീബയുടെ വീട്. അതിലിടക്കിട്ട് പോകുമ്പോ ആ പാടത്തിന്റെ കൂടെ അങ്ങനെ പോകുമ്പോ അതിന്റെ അടുത്തല്ലേ? അറിയാമല്ലോ. അത് ഞാൻ പോയി. അതെ, നമ്മൾ പോകുമ്പോ അതെ അല്ലേ? ബസ്സകത്തേക്ക് പോകുമ്പോ ഇനി മറക്കില്ല. ഇനി അടുത്ത ആള് ദേ ഉഷയുടെ അപ്പുറത്തേക്കുന്ന ആള്. പേരെന്താ ചേച്ചി? പേര് സുലോചന. വീട്ടു പേരെന്നാ? പനിയത്ത്. എവിടെയാ വീടപ്പോ? വീട് എവിടെ? വീട് വീടിന്റെ അടുത്ത് തന്നെയാ. നിങ്ങളുടെ വീടിന്റെ അടുത്താ? മഹേശ്വര മാഷി വീടിന്റെ അടുത്ത്. അതെ അല്ലേ? മഹേശ്വര മാഷിന്റെ വീടിന്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെ അല്ലേ? പിന്നെ ഇത് ജയശ്രീയുടെ അമ്മായി അല്ലേ? ജയശ്രീയുടെ അമ്മായി. ബാവമ്മായി. പേര് പറയോ? ബാവ അല്ല, പാറുകുട്ടി വിളിച്ചത് അല്ലേ? ശരിയാ.
മോളെ നല്ല പരിചയമുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുമ്പോഴേ ഞാൻ യൂട്യൂബിൽ ചാനലുണ്ട്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അവളുടെ പേര് യേശ്വര, അവളുടെ പേര് ഇന്ദു. ഇന്ദു അല്ല ഇന്ദു. അപ്പോൾ പറഞ്ഞു ടീച്ചറെ എല്ലാം കാണാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് എന്നോട്. പേര് പറയോ? ഗ്രേസി. എവിടെ വീട്? പരമൻ്റെ വീടിൻ്റെ അടുത്ത് അല്ലേ, ഗ്രേസിന്ന്. വീട്ടു പേരെന്നാ? വലിയ വീട്ടില്. എനിക്ക് അത്ര ഇതിന് പരിചയമില്ല അല്ലേ? എന്നെ പരിചയമുണ്ടാ? അത്ര ഇല്ല. അതെ അല്ലേ? പിന്നെ ദേ ഒരാൾ ഇവിടെ. എൻ്റെ പേര് ബേബി. ബേബി. വീട് എവിടെയാ? വീട് ഇവിടെ പടിഞ്ഞാട്ടുമുറില്. ഈ ഭാഗത്ത്. അതെ അല്ലേ? കണ്ടോല്ലേ അവിടെ അങ്ങോട്ട് പോണോർക്ക് പടിഞ്ഞാട്ടുമുറി ഭാഗത്ത് അതിനെ കുറച്ച് അങ്ങോട്ട് പോകണം. തൊട്ടടുത്തുള്ള വീട് ആരാ അതില്? അടുത്ത് തന്നെയാണ് അല്ലേ? വീട്ടുപേരെന്താ പറഞ്ഞത്? കളത്തിങ്കലിന്. അത് ശരി. അപ്പം ആൾക്കാർ കുറവായോ? 2, 4, 6, 8, 10 ആളുണ്ട് അല്ലേ? അപ്പം അല്ല ആയിക്കോട്ടെ. 11. സന്തോഷം. എനിക്ക് എന്ത് സന്തോഷമായി ഇങ്ങനെ നോക്കുമ്പോഴേ. ഇത്ര സൂപ്പറായി. എനിക്ക് അങ്ങനെ നടക്കാനും ഇപ്പോഴും ധൈര്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. ഞാനിങ്ങനെ നിങ്ങളുടെ ഈ തൊഴിലുറപ്പിന് നല്ല പെൻഷനും ഇതൊക്കെ കിട്ടട്ടെ, നിങ്ങൾക്ക് സൂക്കേടൊന്നും വരാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണിക്കല്ലേ പോണേ, കഷ്ടപ്പെട്ടുള്ള പണി. അതെനിക്കറിയാം, വിഷമ. അതെ, അറിയാം. അല്ല അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ കേട്ടാ. സന്തോഷം. അപ്പം അങ്ങനെ അതെ, ഞാൻ പറയേണ്ടത് തന്നെയാണ്. നിങ്ങളുടെ പണി സൂപ്പറായി. അതന്നെ, സൂപ്പറായി. ഞങ്ങൾക്കിവിടെ ശരിയാക്കാൻ എത്ര പാടുപെടണം. എന്നാലും വല്ലാണ്ട് വൃത്തികെട്ടാണ് ഇവിടെയൊക്കെ കിടന്നിരുന്നത്. ഞങ്ങൾ കുറച്ച് ആക്കി ഇങ്ങനെ ആക്കി. അപ്പം സന്തോഷം. അവിടേക്ക് പോകാൻ പറ്റില്ല മോളെ. ഞാൻ കണ്ടു, രാജേട്ടനോട് പറഞ്ഞേ ചേട്ടാ വീഡിയോ എടുത്തോണ്ട് തരുമോ എനിക്ക് കാണാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ടുന്നുണ്ട്. എനിക്കിതില് അടിപൊളിയുണ്ട്. നിങ്ങളുടെ പണി സൂപ്പറായിട്ടോ, ഇഷ്ടായിന്ന്. വെറുതെ അതിനുള്ള കാശല്ലേ തരുന്നുള്ളോ? കൂലി ഇഷ്ടം പോലെ പൈസ ഇല്ലേ? ഇത് പിന്നെ സ്ഥിരം പണിയാന്ന് മാത്രം. നിങ്ങളുടെ ഒരു ഗവൺമെന്റിന്റെ പണി 200 എന്ന് പറയണ്ടല്ലോ ഇല്ലേ? പിന്നെ ഞാനിങ്ങനെ വീഡിയോയിൽ കാണാറുണ്ടേ ഈ തൊഴിലുറപ്പുകാരെല്ലാവരും കൂടി ഡാൻസ് കളിക്കുന്നത്, പിന്നെ പാട്ട് പാടുന്നത്. അതൊക്കെ ഞാൻ ഒരു വീഡിയോ നിങ്ങളെ കൊണ്ടൊക്കെ പിടിപ്പിച്ചാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ആർക്കെങ്കിലും പാട്ട് പാടാൻ അറിയോ? ആരാണ്? അത് ശരി. ശരി. ഞാനിപ്പോ വലിയ പാട്ടൊന്നല്ല ഉദ്ദേശിച്ചത്, വെറുതെ എന്തെങ്കിലും പാട്ട് പാടാത്ര. ഞാൻ അങ്ങനെ വലിയ പാട്ടുകാരല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്യുക. നമ്മൾ പണി മാത്രമല്ല. ഞാൻ ഇങ്ങനെ പറയാം ആൾക്കാരോടെ, വയസ്സാകുമ്പോൾ നമ്മൾ മറവി വരും. ഇപ്പം എനിക്കൊക്കെ മറക്കാണ്ടിരിക്കാനുണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് പാട്ടിനെ, പണ്ടത്തെ പാട്ടുകളില്ലേ, അതൊക്കെ നമ്മൾ കുറേ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ എഴുതി വെച്ചിട്ട് പിറ്റേ ദിവസം വീണ്ടും ഒന്നുകൂടി പാടുമ്പോൾ ഇടയ്ക്കൊന്ന് കിട്ടും നമുക്കത് നാടൻ. അപ്പം അതൊക്കെ ചെയ്യുക. പാട്ട് പാടാ? പാടോ? കേക്കട്ടാ? പാടോ? അതെ, പാടോ ഒരു പാട്ട് പാടോ? കളിയാക്കാൻ പറഞ്ഞല്ല, ഞാൻ കാര്യമായിട്ട് സന്തോഷം കൊണ്ടാണ്. അപ്പൊ നമ്മള് അല്ല, വയസ്സാവുമ്പോഴേ നമ്മള് ചെയ്യേണ്ട കാര്യ ഇത്. ഗ്രൂപ്പ് കുഴപ്പമില്ല, പോയോണ്ട് കുഴപ്പമൊന്നുമില്ല.
ചില ആൾക്കാർ പറയും എന്തിനാട്ടെ എൻ്റെ മക്കൾ പറയും അമ്മ അവരോട് ചോദിച്ചാ അല്ലാണ്ട് അമ്മ അങ്ങനെ യൂട്യൂബിലൊക്കെ ഇട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലെങ്കിലോ എന്നൊക്കെ ചോദിക്കും. ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല, ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിക്കും അനുവാദം ചോദിച്ചിട്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും വേണോ? സന്തോഷം അത് മാത്രം മതി. അപ്പം അങ്ങനെ സന്തോഷം. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ മാഷ് പറയേ ചെറിയ ക്ലാസ് വെച്ചിട്ടേ നിങ്ങളൊക്കെ ഇനി പഠിച്ച് പോയി കഴിയുമ്പോൾ ഞങ്ങൾ വയസ്സാകുമ്പോൾ കാണുമ്പോൾ ഒന്നിങ്ങനെ മാഷെ അറിയോ ചോക്കി അടുത്തേക്ക് വന്ന് ചോദിച്ചോളാം എന്നൊക്കെ പറയട്ടെ. ഒരു മാരാര് മാഷുണ്ടായിരുന്നു പണ്ട് ഞങ്ങളുടെ സ്കൂളിൽ, അക്കരെ പുറത്തുള്ള മാഷുണ്ടാ. അപ്പം ഞാനൊന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. പിന്നെ ഞാൻ ജയിച്ച 5ലേക്ക്. അപ്പോൾ മാഷ് പിന്നത്തോളം മാഷ് ഇഞ്ചക്കൊണ്ടിരിക്കുക ട്രാൻസ്ഫർ ആയി പോയി. അപ്പോൾ വഴിക്ക് വെച്ച് മാഷൊക്കെ ഉണ്ട്. മാഷ് ഇങ്ങനെ പോവുക. അപ്പം ഞാൻ മാഷ് എന്നാലും മര്യാദയില്ലാത്ത ആളാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വഴിക്ക് വെച്ച് കണ്ടാൽ മിണ്ടണമെന്ന്. മാഷ് എന്താ മിണ്ടാത്തത്? അപ്പോൾ നീ കാട്ടിയ കയ്യെന്നുണ്ട് ഷെയ്ക്കൻ്റെ റോട്ടി വെച്ചിട്ടേ. അപ്പം ഞാൻ ഷെയ്ക്കൻ്റെ കൊടുത്തു കേട്ടാ. പിന്നെ ഇത്ര കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈശ്വര ഇത്രയും വിളിക്കാൻ എൻ്റെ അച്ഛറിയും ഏതറിയും റോട്ടി വെച്ചിട്ട് ഷെയ്ക്കിൻ്റെ കൊടുത്ത് മാഷക്ക് എൻ്റെ കൊല്ലം അച്ഛൻ. പക്ഷെ എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നേ. അങ്ങനെ അല്ല പെൺകുട്ടികളെ വളർത്തുമ്പോൾ അങ്ങനെ തോന്നിയ പോലെ ആവല്ലേ എന്ന് വെച്ചിട്ടൊക്കെ ആവുകയാണെങ്കിൽ ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങനെ. അപ്പോൾ സന്തോഷം. പുഷ്പ എൻ്റെ ക്ലാസ്മേറ്റാ. പുഷ്പ ഗൗരി എൻ്റെ സീനിയർ, പുഷ്പ എൻ്റെ ഒപ്പ. ഞാൻ സംസ്കൃതം പഠിക്കാൻ പോയി, പുഷ്പ സർവേക്ക് പോയി. സർവേ ജോലി ഞാനിങ്ങനെ ടീച്ചറായി. അപ്പോൾ ഒന്ന് ശരി. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്നു. പിന്നെ അവർ മഴയൊക്കെ ഒന്ന് തോർന്നപ്പോൾ 5 മണിയാവണമല്ലോ പോകണമെങ്കിൽ. 5 മണിയായപ്പോൾ അവരെല്ലാവരും യാത്ര പറഞ്ഞ് പോവാൻ തയ്യാറായിട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ല പണികളൊക്കെ കിട്ടട്ടെ, നന്നായി വരട്ടെ. എല്ലാവരും യാത്ര പറഞ്ഞ് പോയിട്ട് എല്ലാവരും ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. കാരണം നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരല്ലേ. ഇഷ്ടമായിട്ടോ, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഓക്കേ.